കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ വേഗത്തിൽ ചുരുങ്ങിയ സമയത്ത് നമ്മൾ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവശബ്ദത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് വന്ന് ഒന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ആത്മാവിൽ ഈ വചനത്തെ പിടിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നവർക്കായിട്ട് സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിശ്വസ്തതകൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ വായിച്ചത് ഡിസംബർ മാസം 31 നമ്മൾ വായിച്ചു തുടങ്ങിയ വാക്ക് ഇതായിരുന്നു. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 19, 20, 18, 19, 20 വാക്യങ്ങൾ. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആമേൻ. ഒന്ന് വേഗം വെച്ച്. പാമ്പിനെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഈ മേഖലകളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ വാക്കുകളെല്ലാം നിങ്ങളുടെ മേൽ കടപ്പുണ്ട്. നിങ്ങളത് മറന്നു പോകരുത്. ആമേൻ. സ്തോത്രം. ഈ വാക്ക് പറയുന്നതിന് മുമ്പ് എനിക്കൊന്ന് 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 17-ാമത്തെ വാക്യം വന്നു. ആമേൻ. കൊയ്യാൻ പോയവർ മടങ്ങി വന്നു, ഹാർവസ്റ്റിന് പോയവർ മടങ്ങി വന്നു എന്ന് പറഞ്ഞ് കർത്താവേ നിന്റെ നാമത്തിൽ 18-ാമത്തെ വാക്യം. ആമേൻ. അവൻ അവരോട് പറയുകയാണ്, സാത്താൻ മിന്നൽ പോലെ. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഹാർവസ്റ്റ് നടക്കുമ്പോൾ സംഭവിക്കുന്ന അടുത്തൊരു കാര്യമാണ്. ഇവിടുത്തെ ഹാർവസ്റ്റ് എന്ന് പറയുന്നത് പൈശാചിക മണ്ഡലത്തെ വെട്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് സാത്താൻ എങ്ങനെ വീഴുമെന്നറിയാമോ? മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് കണ്ടു. എന്നിട്ട് പറയുകയാണ് ഈ ഹാർവസ്റ്റിനെ തടുക്കാതിരിക്കാൻ പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? തരുന്നു. ചേർന്ന് പറഞ്ഞേ, അധികാരം യേശുവിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞേ. ഇന്ന് പകൽ ചിലതിനെ ചവിട്ടി വേണം നമുക്ക് ഹാർവസ്റ്റ് നടത്താൻ. ചിലതിനെ ചവിട്ടി നിന്നുകൊണ്ട് വേണം നമ്മൾ ഹാർവസ്റ്റ് ചെയ്യാൻ. ആമേൻ. ചേർന്ന് ഈ മിനിറ്റ് ഈ വാക്കിന് വചനങ്ങൾക്കായിട്ടൊന്ന് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അങ്ങയുടെ വിശ്വസ്തതകൾക്കായിട്ട് നന്ദി അപ്പ, അങ്ങയുടെ വിശ്വസ്തതകൾക്കായിട്ട് നന്ദി. നമ്മൾ വചനത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. റോമാലേഖനം 16-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം പ്ലീസ്. റോമാലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം. സമാധാനത്തിൻ്റെ ദൈവമോ. ചേർന്ന് പറഞ്ഞേ. ഇനി നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ട കാര്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സമാധാനത്തിൻ്റെ. ചേർന്ന് പറഞ്ഞ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ആരുടെ ദൈവമാണ്? ആമേൻ. ചേർന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരം വേണോ സമാധാനം വേണോ? സമാധാനം. ആ കാര്യം നിങ്ങൾക്കറിയാം. സമാധാനത്തിൻ്റെ ദൈവമോ. ആമേൻ. ദൈവത്തിൻ്റെ പ്രത്യേകത ഞാൻ ഒന്നും കൂടെ പറയുന്നു. അവൻ ഉത്തരമല്ല തരാൻ പോകുന്നത്, സമാധാനം തരും. അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? സമാധാനത്തിൻ്റെ ദൈവം നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ. ആമേൻ. സ്തോത്രം. ഒന്നും കൂടെ പറയാം. ആകാശത്തുനിന്ന് മിന്നൽ പോലെ വീഴുന്ന സാത്താനെ ആമേൻ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങളുടെ കാൽ കീഴെ. അതിനുള്ള അധികാരം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഒരു വചനത്തിനകത്തുനിന്ന് ആ കാലിലേക്ക് അങ്ങ് കയറിപ്പോയി. എന്താണ് കാലിന് ഇത്ര പ്രൊട്ടക്ഷൻ ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്? നിന്റെ കാൽ കല്ലിൽ തട്ടി പോകത്തില്ല. അതാ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചേ സങ്കീർത്തനത്തിനകത്തുനിന്ന് 91-ാം സങ്കീർത്തനം. ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അടുത്ത വാക്യങ്ങൾ. ആമേൻ. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ചിലതിനെ നിനക്ക് എന്നാടുക്കാനുണ്ട്? സിംഹത്തിന്മേലും ആണലിമേലും നിനക്ക് ചവിട്ടാനുണ്ട്. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നിനക്ക് മെതിച്ച് കളയാനുണ്ട്. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം സഭ ചേർന്ന് പ്രാർത്ഥിക്കുക, ചേർന്ന് നിൽക്കുക. കൊയ്യാൻ നിൽക്കുന്നവർ ഈ ശരീരത്തിന് എല്ലാ അവയവങ്ങളും ഒരുപോലെ ഫങ്ഷൻ ചെയ്യുന്നതാണെങ്കിലും നിന്റെ കാലിന് ചിലതിനെ ചവിട്ടി മുന്നേറാനുള്ള കൃപ ദൈവം പകരും. ചേർന്ന് പറഞ്ഞ മെതിക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞ് മെതിക്കാൻ. ചേർന്ന് പറഞ്ഞ മെതിക്കുക. വാദമെന്ന് പറഞ്ഞേ മെതിക്കുക. ചേർന്ന് പറഞ്ഞ് മെതിക്കുക. ഈ വേർഡ് നിങ്ങൾ എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? മെതിക്കുക. പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടോ നല്ല മെതി മേടിക്കും? നമ്മുടെ ട്രഡീഷണൽ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടോ? മിണ്ടിയില്ല, നല്ല മെതി മേടിക്കും. അല്ല, മിണ്ടാതിരുന്നോളൂ. ഈ ഒരു മേഖലയിലൊക്കെയാ. എങ്ങനെ മെതിക്കുന്ന കണ്ടിട്ടുണ്ടോ? മെതിയെപ്പറ്റി അറിയാം. മെതിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ ആശാറെ? അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്?
ക്രഷിങ്ങൊന്നുമല്ല. ആമേൻ. സ്മാഷ് മാഷ്. നിങ്ങൾ കേട്ടെ മാഷ് പൊട്ടറ്റ ആണോ? ഈ മെതിക്കുന്ന കാര്യം നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ മെതിയെപ്പറ്റി അറിയാവുന്ന എത്ര പേരുണ്ട്? മെതിക്കുക. ഒന്ന് ബെറിനറിയോ മെതിക്കുന്നതിനെ പറ്റി? അലനറിയോ? എങ്ങനെയാ? ആമേ. മെതിക്കുക. സിസ്റ്റർ അറിയത്തില്ലേ? ഞാൻ കഴിഞ്ഞ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേ. ആമേൻ. സ്തോത്രം. മെതിക്കുന്നതിനെ പറ്റി മോക്കറിയോ? മെതിക്കുക എന്ന് പറഞ്ഞ വീട്. പിന്നെ അങ്ങനെ ഈ ഒരു ഇതിനകത്തോട്ട് കയറുന്നേ? ക്രഷിങ്. ഓക്കെ. ട്രഷിങ്. ഓക്കെ. സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാലിൻ്റെ കീഴെ ചതച്ച് കളയും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 91 അധ്യായം 12 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. 12-13 വാക്യങ്ങൾ. സിംഹത്തിന്മേലും ആണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ എന്തു ചെയ്യും? മെതിക്കും. ചേർന്ന് പറഞ്ഞ മെതിക്കും. മെതിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ മെതിച്ചിട്ടുണ്ട്. മെതിച്ചിട്ടില്ലേ? ഞങ്ങളുടെ അപ്പർ കുട്ടനാടാണ്. ഞങ്ങളുടെ അവിടെ മുഴുവനും നെല്ലിൻ്റെ കൃഷിയുണ്ട്. ഞങ്ങളുടെ പപ്പായൊക്കെ കൃഷി ചെയ്യുന്നുണ്ടിരുന്നതാണ്. എന്താ മെതിക്കുന്നേ? നിങ്ങൾ കേട്ടെ, ഞാനൊരു ദൂത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. എന്താണ് മെതിക്കുന്നേ? നമ്മുടെ ഹാർവസ്റ്റിനകത്തോട്ട് വന്നേ. എന്താണ് മെതിക്കുന്നത്? അല്ല, ഇച്ചിരി കൂടെ പറഞ്ഞാൽ കറ്റ. വാതുറന്ന് പറഞ്ഞ കറ്റ എന്താണ്? ഞാൻ അധ്വാനിച്ചതിനെ കൊയ്തെടുത്ത്, നിങ്ങൾ കേട്ടില്ലേ, 50ാമത്തെ ദിവസം എന്തു ചെയ്യും? മെതിക്കും. ഇത് മുന്തിരി മെതിക്കുന്ന കാര്യം. ഇത് മുന്തിരിയാണ് മെതിക്കുന്നത്. ഇറങ്ങി നിന്ന് കാലുകൊണ്ട് എന്ത് ചെയ്യുക? അതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം, മുന്തിരി ജ്യൂസ്. കാലുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ? അങ്ങ് മെതിച്ച് കൂട്ടും. കണ്ടോ? ഇപ്പം മനസ്സിലായി? മെതി മനസ്സിലായി? ഇതിന് പകരം, മുന്തിരിക്ക് പകരം നിങ്ങൾ നോർത്താൽ മതി റൈസിൻ്റെയോ ഇപ്പം മെതിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ആശറിന്? എന്താ മെതിക്കുക എന്ന് പറഞ്ഞാൽ? ആ മുന്തിരി ഇത് അടിച്ചാണ് എടുക്കുന്നത്. ഇതും മെതിയാണ്. പക്ഷേ മറ്റൊരു ഓപ്ഷനുണ്ട്. നമ്മൾ ഈ കാലുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ നമുക്ക് പിടിച്ചോണ്ട് കാലിൻ്റെ താഴെ കറ്റയിടും. ഇത് മെതിയുടെ വേറൊരു രൂപമാണ്. ഇപ്പം ഇതൊന്നുമില്ല, ഇപ്പം മൊത്തം മെഷീനാണ്. ഓക്കെ. എന്നിട്ട് ഈ അടിക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നറിയോ? സിസ്റ്റർ കണ്ടിട്ടുണ്ടോ മെതിക്കുന്നേ? കാലുകൊണ്ട് നോക്കിയേ, എന്നെ ഇങ്ങോട്ട് നോക്കിയേ. ഈ ഇങ്ങനെ ചവിട്ടി എടുക്കുക, കൃഷി ചെയ്യുക. എന്താണ് ഈ മെതിയിലൂടെ സംഭവിക്കുന്നത്? നിർത്തിയേക്ക്. എന്താണ് കാൽവരി ക്രൂശിൽ യേശു ചെയ്തത് എന്നാണെന്നറിയാമോ? മോനെ അതുകൊണ്ട് നിട്ടേ. കാൽവരി ക്രൂശിൽ യേശു കർത്താവ് ചെയ്തത് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ഇത്ര ഞാൻ ചെയ്തത്. എനിക്കറിയാം എൻ്റെ ആ മെസ്സേജിൻ്റെ ഫ്ലോ എങ്ങനെ നഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജിനകത്തോട്ട് കയറാം. ഇത് കണ്ടായിരുന്നോ? യേശു കർത്താവിൻ്റെ കാലിനടിയിൽ ഇപ്പോൾ ആരാന്ന് നോക്കി? പാമ്പ്. ചേർന്ന് പറഞ്ഞ പാമ്പ്. ആരുടെ കാലിൻ്റെ അടിയിലാണെന്നറിയോ? നിന്റെ ജീവിതത്തിനകത്ത് പാമ്പ് കയറരുത്. അതിനെ കർത്താവിൻ്റെ കാൽ കീഴെ പാമ്പിനെ ആക്കിയതിൻ്റെ ഉദ്ദേശം എന്നാണെന്നറിയാമോ? ബിയൂലയുടെ കാൽ കീഴെ പാമ്പാകണം. എൻ്റെ കാൽ കീഴെ പാമ്പാകണം. ഹന്നായുടെ കാൽ കീഴെ പാമ്പാകണം. യേശുവിൻ്റെ നാമത്തിൽ ഈ ഹാർവസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്
നമ്മൾ കഷ്ടപ്പെടും, നമ്മൾ വിതയ്ക്കും, നമ്മൾ അതിനുവേണ്ടി എല്ലാം ചെയ്യും. ഫൈനൽ കാര്യമെന്ന് പറയുന്നത് കറ്റയെ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാമോ? മെതിച്ചെടുക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ആ വാക്കിനോട് ആമേൻ ഇങ്ങനെ പറയുന്നു. കതിരിൽ നിന്നും എന്താ കറ്റ മെതിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്നറിയാമോ? 2 കാര്യങ്ങൾ അവിടെ നടക്കും. കറ്റ മെതിച്ച് കഴിയുമ്പോൾ അതിനകത്ത് 2 കാര്യങ്ങൾ നടക്കും. മുന്തിരി ചവിട്ടി അതിൻ്റെ ജ്യൂസ് എടുത്ത് കഴിയുമ്പം അതിനകത്തുനിന്ന് അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് അതിൻ്റെ സ്കിൻ എടുത്തു മാറ്റും എന്ന് പറഞ്ഞതുപോലെ എന്തിനാ ഈ ചവിട്ടുന്ന കറ്റക്കെട്ട്? എനിക്ക് ആവശ്യമുള്ള നെൽമണിയുണ്ട്, അല്ല ഗോതമ്പിൻ്റെ മണിയുണ്ട്, യവത്തിൻ്റെ മണിയുണ്ട്. ഇത് യവത്തെ പിടിച്ച് കിടക്കുവാന്നറിയാവോ? ഈ കച്ചിയെ പിടിച്ച് കിടക്കുക, അല്ലേ? കതിര, അതിനെന്ത് പറയുന്നേ? ആ കതിര പിടിച്ച് കിടക്കുക. ഈ ചവിട്ട് നടക്കുമ്പോൾ എന്താ നടക്കുന്നതെന്നറിയാമോ? എനിക്ക് ആവശ്യമുള്ള നെൽമണിയെ കതിരിൽ നിന്നും വേർപെടുത്തിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് മെതി എന്ന് പറയുന്നത്. ചേർന്ന് പറഞ്ഞ്, എനിക്ക് ആവശ്യമുള്ള നെന്മണിയെ, എനിക്ക് ആവശ്യമുള്ള റിസൾട്ടിനെ, എൻ്റെ നന്മയെ പിടിച്ചു വച്ചിരിക്കുന്ന കതിരിനകത്തുനിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് മെതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാങ്ങ തുറന്ന് പറഞ്ഞ്, നീണ്ട വർഷങ്ങളായി ഞാൻ അനുഭവിക്കേണ്ട സൗഖ്യത്തെ, നീണ്ട വർഷങ്ങളായി ഞാൻ അനുഭവിക്കേണ്ട നന്മയെ, നീണ്ട വർഷങ്ങളായി എൻ്റെ കുടുംബത്തിനകത്ത് കയറി വരേണ്ട അനുഗ്രഹങ്ങളെ, നീണ്ട വർഷങ്ങളായി ഞാൻ അനുഭവിക്കേണ്ട, ഞങ്ങളുടെ സഭ അനുഭവിക്കേണ്ടതിനെ പിശാചിൻ്റെ വായ്ക്കകത്ത് പിടിച്ചു വച്ചിരിക്കുക. ഇന്ന് പകൽ ആത്മാവിൽ നീ അതിനെ ചവിട്ടാൻ തയ്യാറാകുമ്പോൾ പിശാചും നിന്റെ നന്മയെ വിട്ടുകളഞ്ഞിട്ട്, അതാ പറഞ്ഞിരിക്കുന്നത്, ആമേൻ, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. ഇന്ന് പകൽക്കാലം അതിനുള്ള അഭിഷേകം നിന്റെ മേൽ വീഴട്ടെ. ചിലതിനെ നീ മെതിച്ചെടുക്കുക, ചിലതിനെ നീ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുക. ഹാർവസ്റ്റിന്റെ അടുത്ത ഒരു മേഖലയാണ് മെതിച്ചെടുക്കുക. ചേർന്ന് പറഞ്ഞേ, മെതിയെ പറ്റി ബൈബിൾ ഭയങ്കരമായ ഭാഷയിൽ പറയുന്നു. ചിലതിനെ മെതിച്ചെടുക്കുക. പാമ്പ്, എനിക്കറിയത്തില്ല, ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ ഈ ഒരു വാക്കിനകത്താ. എൻ്റെ അവകാശത്തെ പിടിച്ചു വച്ചിരിക്കുന്ന ചില പാമ്പിൻ്റെ അധികാരങ്ങളെ നമ്മൾ സ്വപ്നം കാണുന്നവരൊക്കെയാണ്. ഞാനൊരു ഒരു 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 ഇൻ്റർപ്രട്ടേഷൻ പറയാം. നമ്മുടെ ലൈഫിലെങ്ങും ഉണ്ടെന്നല്ല. തുടർമാനമായിട്ട് പാമ്പിനെ സ്വപ്നം കാണുക, പാമ്പ് പോലെയുള്ള അങ്ങനെയുള്ളതിനെ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം. അങ്ങനെ സ്വപ്നത്തിനകത്ത് ഇത് നിൻ്റെ മനസ്സിനകത്ത്, നിൻ്റെ സ്വപ്നത്തിനകത്ത് ഇത് കയറി വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കണം, ചില നന്മകൾ റിലീസാകാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അതിന് ഇന്ന് പകൽ നീ ചവിട്ടാൻ തയ്യാറാകണം. നിങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയുന്നു, അങ്ങനെ സ്വപ്നം കാണുന്ന എത്ര പേരുണ്ട്? ഈ ഒരു മേഖല ആരെങ്കിലും സ്വപ്നത്തിലൂടെ കാണാറുണ്ടോ? പാമ്പിനെ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? പാമ്പിനെ കാണുന്നവർ? യേശുവിൻ്റെ നാമം ഇന്ന് പകൽക്കാലം ഇതിനെ നമ്മൾ മെതിക്കാൻ പോവാ. എവിടെയോ ഒരു റിസൾട്ട് നിനക്ക് വേണ്ടി നിൽപ്പുണ്ട്. അമ്മേ മോളെ ശാലമ, നിനക്ക് വേണ്ടി എവിടെയോ ഒരു റിസൾട്ട് നിൽപ്പുണ്ട്. ഈ 3 പേര് ഇപ്പം കൈവർത്തി പാമ്പിനെ സ്തോത്രം. ഇതിനെ കാണുമ്പോൾ നീ ഓർത്താൽ മതി, ചില വാഗ്ദത്തങ്ങൾ നിനക്ക് ലഭിക്കേണ്ടത്, അത് കിട്ടേണ്ട സമയം കഴിഞ്ഞു പോയി. അത് കിട്ടേണ്ടത് എവിടെയൊക്കെയോ പിശാച് അടച്ചു വെച്ചിരിക്കുന്നു. ഇന്ന് പകൽ ആ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞ്, ഞങ്ങൾ ആത്മാവിൽ ഈ വചനമെടുത്ത് നസ്രേന്റെ നാമത്തിൽ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. അവരുടെ മുമ്പിൽ തടഞ്ഞു നിൽക്കുന്ന, ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന, അടച്ചു വെച്ചിരിക്കുന്ന വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തുറക്കട്ടെ. ഞങ്ങൾ അതിനെ തിരിച്ചു പിടിക്കുന്നു. പാമ്പിന്റെ ശക്തികൾ, തേളിന്റെ ശക്തികൾ, നാഗശക്തികളെ ഇപ്പോൾ നസ്രേന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ശാപയാതിന്റെ മേൽ അയർലൻഡിനെ കാർന്നു തിന്നുന്ന, നിന്റെ വാഗ്ദത്തങ്ങളെ കാർന്നു തിന്നുന്ന എല്ലാ സർപ്പശക്തിയോടും ഞങ്ങൾ ഇപ്പോൾ പറയുന്നു, രാജ്യം വിട്ടു പോകുക.
ലാമ ഖാറ്റാമ ഷാല ഖാറ്റാമ. നിന്റെ തല ആമേൻ കാൽവരിയിൽ തകർക്കപ്പെട്ടതാണ്. ആമേൻ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ. അപ്പം ഈ ഹാർവസ്റ്റിൻ്റെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് റിസൾട്ട് കിട്ടത്തില്ല. ഹാർവസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം? മെതിച്ചെടുക്കണം. ചേർന്ന് പറഞ്ഞ ഹാർവസ്റ്റിനെ മെതിച്ചെടുക്കണം. അതൊരല്പം പ്രയാസകരമായ കാര്യമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഹാർവസ്റ്റിനെ പറ്റി പ്രസംഗിച്ചു. ഇനി നമ്മളൊരല്പം കൂടെ കയറി പറയാൻ പോകും. ഹാർവസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഗിദെയോൻ അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ്. അറിയത്തില്ലേ ഗിദെയോനെ? എനിക്കൊന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ജഡ്ജസ് 6, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഇവർ വിതയ്ക്കും, ഇസ്രായേൽ മക്കൾ വിതയ്ക്കും. ആ വിതയുടെ അടുക്കാറാകുമ്പോൾ മിദ്യാനിൽ വന്നിട്ട് ഇതിനെ പിടിച്ചോണ്ട് പോകും. പക്ഷേ അന്ന് വിതച്ചൊരു മനുഷ്യനാണ് ഗിദെയോൻ. ഗിദെയോൻ എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ കറ്റ മുഴുവൻ എടുത്തോണ്ട് മുന്തിരിച്ചക്കിൻ്റെ അടുക്കൽ കൊണ്ടുപോയി വെച്ച് മെതിച്ചുകൊണ്ടിരുന്നു. അവിടെ ദൂതൻ ഇറങ്ങി. ഞാനൊരു വാക്ക് സഭയോട് പറയുന്നു. നഷ്ടപ്പെട്ടു പോയ, ഒന്ന് ചേർന്ന് പറഞ്ഞോ, ചിലതിനെ മെതിക്കാൻ തയ്യാറാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഏഞ്ചലിക് വിസിറ്റേഷൻസ് നിന്റെ ലൈഫിനകത്തേക്ക് ദൈവം തിരിച്ചു തരും. ദൂതന്മാരുമായിട്ടുള്ള എൻകൗണ്ടറുകൾ നിന്റെ ഇന്ന് പകൽ ഇതിനെ ആത്മാവിൽ പിടിക്കാമെങ്കിൽ പറഞ്ഞോ, ദൂതന്മാരുമായിട്ടുള്ള എൻകൗണ്ടറുകൾ ദൈവസഭയ്ക്കകത്ത് വീഴും. ആരുടെ മേൽ വീഴുമെന്നറിയാമോ? മെതിക്കാൻ തയ്യാറാകുന്നവന്. മെതിക്കാൻ തയ്യാറാകുന്നതിന് വേണ്ടി ദൂതന്മാരിറങ്ങുമെന്ന്. ദൂതന്മാരിറങ്ങും മെതിക്കാൻ തയ്യാറാകുന്നതിന് വേണ്ടി. ജഡ്ജസ് 6:11 യഹോവയുടെ ദൂതൻ ആർക്ക് വേണ്ടി ഇറങ്ങിയെന്നറിയാവോ? അവനോട് എതിർത്ത് നിന്നവന് വേണ്ടിയല്ല. ഈ 11-ാം വാക്യത്തിന് മുമ്പ് വരെ പലരും എന്ത് ചെയ്തെന്നറിയാമോ? ഹാർവസ്റ്റ് ചെയ്തു, പക്ഷേ പലതും നഷ്ടപ്പെടുത്തി, എതിർത്ത് നിന്ന് നഷ്ടപ്പെടുത്തി. പക്ഷെ ഗിദെയോന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അവൻ അതിനെ മെതിക്കാൻ തയ്യാറായി. ചേർന്ന് പറഞ്ഞ്, ഹാർവസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ചിലതിനെ എന്ത് ചെയ്യണം? മെതിക്കണം. ചേർന്ന് ആ വാക്ക് പറഞ്ഞു. ഇന്ന് പകൽ സഭ ഈ വാക്കിനെ കയറി പിടിക്കാൻ പോവുക. ഹാർവസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ചിലതിനെ ദൈവനാമത്തിൽ നീ എന്ത് ചെയ്യുന്നറിയാമോ? മെതിക്കണം. നിന്റെ വാഗ്ദത്തങ്ങളെ, നിന്റെ നന്മകളെ പിശാചിന്റെ കൈക്കകത്തിരിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവന്റെ തലയെ ചവിട്ടി അതിന്റെ മേൽ ജയം പറഞ്ഞാൽ അടുത്ത സെക്കൻഡ് നീ കാണാൻ പോകുന്നത് നീ പോലും അറിയാതെ നിന്റെ ഗാർഡൻ ഏഞ്ചൽസ്, നിന്റെ സംരക്ഷണത്തിനായി ദൂതന്മാർ. സഭ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്. നീ ഹാർവസ്റ്റിന് ശേഷം നീ ഒറ്റയ്ക്കാകത്തില്ല. മെതിക്കുന്നത് ദൂതന്മാരോട് കൂടെയായിരിക്കും. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ വാക്ക്? ഈ വാക്കിൽ നിന്ന് പിടിച്ചേ. ഗിദെയോന്റെ അടുക്കൽ ദൂതൻ എപ്പോഴാ വന്നേ? കൊയ്തപ്പം. ഞാൻ പറയുന്നു, മെതി ഒറ്റയ്ക്കായിരിക്കത്തില്ല. ഒന്ന് ചേർന്ന് പറഞ്ഞു, അടുത്തിരിക്കുന്നതിനോട് പറഞ്ഞു, മെതി ഒറ്റയ്ക്കായിരിക്കത്തില്ല. സിസ്റ്റർ, നീ വിതച്ചിട്ടുണ്ടെങ്കിൽ, നീ കൊയ്തിട്ടുണ്ടെങ്കിൽ നീ ഇനി ഒറ്റയ്ക്കാകത്തില്ല. ദൂതൻ നിന്റെ കൂടെ നിൽക്കും. ഞാൻ ആ സിസ്റ്ററിനോട് ദൂത് പറയും, നീ ഒറ്റയ്ക്കല്ല. യഹോവയുടെ ദൂതൻ ചിലതിനെ ജയിപ്പിക്കാൻ വേണ്ടി യേശുവിൻ നാമത്തിൽ അവിടെ കൂടെ നിൽക്കട്ടെ. നീ തോറ്റവളല്ല. നീ പറയും, ഞാൻ കുടുംബത്തിൽ തോറ്റു, എൻ്റെ കുടുംബജീവിതത്തിൽ തോറ്റു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ദൂതൻ പറയുന്നു, എനിക്ക് നിന്നെ ജയാളിയാക്കി മാറ്റണോ? Halala katama siantara orama katama siantara lebe sendele riantere vaide pravana jalvartane rike shete tia siantara യേശുവിന്റെ നാമത്തെ Oh ജീസസ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറഞ്ഞേ, മെതിക്കുന്നതിൻ്റെ ഇവിടെ ആരിറങ്ങുമെന്നറിയോ? പറഞ്ഞോ, ദൂതന്മാർ. അങ്ങനെയാണ് ചേർന്ന് പറയാം. മെതിക്കാൻ തയ്യാറാണെങ്കിൽ സാജൻ, നീ ഒറ്റയ്ക്കല്ല. നിന്റെ ദൂതന്മാരെ നിനക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പം ദൂതന്മാരുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.
പലപ്പോഴും ദൂതന്മാരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്ക്, ദൂതന്മാരെ തിരിച്ചറിയാൻ പറ്റുന്ന പാകത്തിൽ ചില മെതികൾ ഞാൻ അയർലൻഡിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയുന്നു, അയർലൻഡിൽ ദൂതന്മാർ ഇറങ്ങുന്നത് നീ കാണും. അയർലൻഡിൽ ദൂതന്മാർ ഇറങ്ങുന്നത് നീ കാണും. യാക്കോബ് കണ്ടതുപോലെ സ്വർഗത്തോളം എത്തുന്ന ഗോവണി ദൂതന്മാർ കയറുന്നതും ദൂതന്മാർ ഇറങ്ങുന്നതും യാക്കോബ് കണ്ട് തിരിച്ചു വരുന്നത് വലിയ റിസൾട്ടുമായിട്ടാണ് വരുന്നതെങ്കിൽ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം സഭയുടെ മേൽ ഞാൻ ആ വാക്കിനെ ഡിക്ലെയർ ചെയ്യുന്നു. ഈ മാർച്ച് മാസം നീ മെതിക്കാൻ തയ്യാറാണെങ്കിൽ ഇനിയുള്ള നിന്റെ സാക്ഷ്യം രോഗം മാറിയതല്ല, ദൂതന്മാർ നിന്റെ മുറിയിൽ വന്നത്. വിൻസൻ ബ്രദർ ധൈര്യത്തോടെ പറ, എന്റെ മുറിക്കകത്ത് ദൂതന്മാർ ഇറങ്ങുന്നതിന് സാക്ഷ്യം പറയും. ചോറി മാറിയതല്ല പറയാൻ പോകുന്നത്, പനി മാറിയതല്ല പറയാൻ പോകുന്നത്, ക്യാൻസർ മാറിയതല്ല പറയാൻ പോകുന്നത്, നിന്നെ ശക്തീകരിക്കാൻ യേശുവിന്റെ നാമത്തിൽ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങട്ടെ. നിന്റെ മെതിയുടെ റിസൾട്ട് ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോണം. ആമേൻ. പറഞ്ഞ ഞാൻ ന്യൂ ഇയറിനൊരു പേപ്പറിനകത്തൊരു വാക്യം തന്നിരുന്നു. യെശയ്യാ പ്രവചനത്തിനകത്ത് പറയുന്നു, രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും രാജകുമാരികൾ നിന്റെ പോറ്റമ്മമാരുമായിരിക്കും. നീ ജാതികളുടെ സമ്പത്തിനെ വലിച്ചു കുടിക്കും. ഇല്ല എന്ന് നീ പറയാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. യാക്കോബിനല്ലേ രണ്ട് ഭാര്യമാരല്ലേ? യാക്കോബിന് ആരൊക്കെയായിരുന്നു? ലേയും റേച്ചലും. ലേയ്ക്ക് 4 or 5 മക്കളായി. റേച്ചലിന് മക്കളില്ല. റേച്ചൽ അവസാനം ദൈവത്തോട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വാക്കറിയോ? എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. കർത്താവിന് മുമ്പ് ക്ലെയിം ചെയ്യും നമ്മൾ, മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. മോനെ ഇതങ്ങ് കട്ട് ചെയ്ത് കളയണം കേട്ടോ, ഇതിനകത്ത് ഇടരുത്, ഇത് വേണ്ട, ഞാനിത് പഠിപ്പിക്കാൻ വേണ്ടിയാ. രണ്ടാം മക്കളെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം രണ്ടാമത്തെ കുഞ്ഞിനെ കൊടുത്തു. ഈ നമ്മുടെ ഇപ്പോൾ പറയത്തില്ലേ, ഈ പിഴവ് കൊണ്ട് കുഞ്ഞ് ജനിച്ച ഉടനെ അമ്മ മരിച്ചെന്നൊക്കെ പറയുന്ന രീതിയുണ്ടല്ലോ. മക്കളെ തരണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് ഇവളിങ്ങനെ അങ്ങ് ഇത് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മക്കളെ വേണം. മക്കളെന്നുള്ളത് ബഹുവചനമായതുകൊണ്ട്, പ്ലൂറലായതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാം? രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി അമ്മ ചിലവർക്ക് കൊയ്യാനറിയാം, മെതിക്കാൻ അറിയത്തില്ല. ഞാൻ ആ വാക്ക് പറയാനാണ് ബിയുലെ വന്നത്. ചിലവർക്ക് കൊയ്യാനറിയാം, മെതിക്കാൻ അറിയത്തില്ല. ചിലവർക്ക് കൊയ്യാനറിയാം, മെതിക്കാൻ അറിയത്തില്ല. പക്ഷെ ദൈവം നിന്റെ കാലിനെ മെതിക്കാനുള്ള അഭിഷേകവുമായിട്ട് നിർത്താൻ പോകുന്നു. ചിലവർക്ക് കൊയ്യാനറിയാം, മെതിക്കാൻ അറിയത്തില്ല. പക്ഷെ ഇൻക്രൈസ്റ്റ് സമൂഹം പറയുന്നു, ഞങ്ങൾക്ക് കൊയ്യാൻ മാത്രമല്ല മെതിക്കാൻ ഞങ്ങൾക്കറിയാം. നിന്റെ വാഗ്ദത്തങ്ങൾ നീ മെതിച്ചെടുക്കുക. പിശാചിന്റെ വായ്ക്കകത്തിരിക്കുന്നതിനെ അവന്റെ തലയെ ചവിട്ടിയിട്ട് വാഗ്ദത്തങ്ങളെ തിരിച്ചു പിടിക്കുക. വെറുതെ നീ വിതച്ചതാണ്, നീ കൊയ്തെടുത്തു. പക്ഷെ കൊയ്ത്തും പൂർണ്ണതയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ജീവനുകളുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടം. അത് സങ്കീർത്തനക്കാരൻ പറഞ്ഞു. പക്ഷെ പുതിയ നിയമസഭ പറയേണ്ടത് യഹോവയുടെ നന്മ കാണുമെന്നല്ല, അത് ഞാൻ അനുഭവിക്കും. പറഞ്ഞേ ഭാഷ ഇത്ര നാളും കൊയ്ത്താ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഞാൻ അടുത്തതിലേക്ക് കയറുക. കൊയ്യാൻ വരെ നമ്മൾ പഠിച്ചു. കൊയ്തതിന് നമ്മൾ എന്ത് ചെയ്യണം? മെതിച്ചെടുക്കണം.
കൊയ്തതിനെ മെതിച്ചെടുത്തില്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പറഞ്ഞേ, ചിലതിനെ, എൻ്റെ നന്മയെ പിടിച്ചു വച്ചിരിക്കുന്ന ചിലതിനെ ഞാൻ കൊയ്തെടുക്കാൻ പോകുന്നു. ഞാൻ കൊയ്തെടുക്കാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ. സമാധാനത്തിൻ്റെ ദൈവം, റോമാലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നു, സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇനി നീ കൊയ്യുന്നത് എന്തിനാ? നിന്റെ നന്മയെ കൊയ്യുക. പക്ഷേ ഈ കച്ചി പോലെ പിടിച്ചു നിന്ന ഈ ഈ ഈ ഈ മുന്തിരിയുടെ സ്കിൻ പോലെ എനിക്ക് വേണ്ടുന്ന ജ്യൂസിനെ പിടിച്ചു വച്ചിരുന്നത് ആരാണെന്നറിയാമോ? സാത്താൻ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നു? കച്ചിയായിട്ട് നിന്നത് ആരാണെന്നറിയാമോ? സാത്താൻ. അതിനെ എന്ത് ചെയ്യുന്നു? ദൈവം നിന്റെ കാൽ കീഴെ ചതച്ച് കളയും. വാ തുറന്ന് പറ, 2026 ദൈവം പിശാചിനെ കൃഷി ചെയ്തിട്ട്, പിശാചിനെ ചതച്ച് കളഞ്ഞിട്ട്, അവൻ എനിക്കുള്ള നന്മകളെ എൻ്റെ വീട്ടിനകത്ത് ദൈവം തരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി യേശുവിന് ആരാധന കൊടുത്തേ. ചില പാമ്പിന്റെ ശക്തിയെ ഇപ്പോൾ സഭ അറസ്റ്റ് ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ മറഞ്ഞും തിരിഞ്ഞും പൊരുളായും ഇരുളായും അവൻ പിറകെ കൂടിയ പാമ്പിന്റെ ശക്തിയെ സഭ ഇപ്പോ അറസ്റ്റ് ചെയ്യുന്നു. വാ തുറന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്ക്. നിന്റെ ബിസിനസിന്റെ മേൽ കയറി നിൽക്കുന്ന, നിന്റെ ആരോഗ്യത്തിന്റെ മേൽ കയറി നിൽക്കുന്ന, തലമുറയുടെ ഫ്യൂച്ചറിന്റെ മേൽ, നിന്റെ വാഗ്ദത്തത്തിന്റെ മേൽ, നിന്റെ ദൈവ ശബ്ദത്തിന്റെ മേൽ കയറി നിൽക്കുന്ന സകല ഇരുട്ടിന്റെ ശക്തിയെയും തീ ഇറങ്ങി. ചില പാമ്പിന്റെ ശക്തികൾ വേരോടെ, ചില പാമ്പിന്റെ ശക്തികൾ വേരോടെ. ചില പാമ്പിന്റെ ശക്തികൾ വേരോടെ അഴിയട്ടെ. ചില പാമ്പിന്റെ ശക്തികൾ റിസൾട്ട് പുറത്തു വരട്ടെ. ഉൽപ്പത്തി 3:15 മുതൽ ഇങ്ങനെ നടക്കുന്നത്. കാൽവറിയിൽ എന്റെ കർത്താവ് തകർത്തെങ്കിൽ ഇന്ന് പകലിന്റെ ആഘോഷം. ഞാൻ 2 വാക്യം വായിപ്പിച്ച് കേൾപ്പിക്കാം. നമ്മൾ എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. അപ്പോസ്തല പ്രവൃത്തി 28 3 മുതൽ. ഇത് പുറത്തു വരണമെങ്കിൽ എന്ത് വർദ്ധിക്കണമെന്നറിയാമോ? പറഞ്ഞേ, ചൂട് വർദ്ധിക്കണം. ചൂട് നിമിത്തം പുറപ്പെട്ട് കൈക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ കയ്യാൽ എന്ത് ചെയ്തു? ആ ജന്തു അവൻ്റെ കൈമേൽ, ഞാൻ ഇന്ന് പകൽ നമ്മളിന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കും കേട്ടോ. നിങ്ങൾ ആരും മിസ് ചെയ്യരുത്, ഒന്നിച്ച് പ്രാർത്ഥിക്കും. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തതിനെ മെതിക്കാൻ പോവാം. നമുക്ക് ഒറ്റ ശത്രുവേ ഉള്ളൂ. പറഞ്ഞേ, ഒറ്റ ശത്രുവേ ഉള്ളൂ. ആ ശത്രുവിൻ്റെ പേര് പറയാമോ? പിശാച്, പാമ്പായവൻ, പഴയ പാമ്പ്. ബൈബിളിൽ എഴുതിയിരിക്കുന്നു പഴയ പാമ്പ്, പിശാച്. ഒറ്റ ശത്രുവേ ഉള്ളൂ, നിന്നെ ആരോഗ്യത്തിൽ ബലക്ഷയിപ്പിക്കുന്ന. ഇത് കയ്യാൽ തൂങ്ങുന്നത് ആ ലോക്കൽ സ്ഥലത്തിലെ ആൾക്കാർ കണ്ടു. ലോക്കലായിട്ടുള്ള ആൾക്കാർ ചേർന്ന് പറഞ്ഞ ലോക്കൽ ആൾക്കാർ കണ്ടു. ഇത് കണ്ടപ്പോൾ ലോക്കൽ ആൾക്കാരുടെ ഒരു അഭിപ്രായം, ഈ മനുഷ്യൻ ആരാണ്? കൊലപാതകം സംശയമില്ല. കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് പോലും നിങ്ങൾ കേട്ടേ, എനിക്ക് വായിച്ചു വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ കർത്താവ് എന്നോട് അങ്ങ് പറയുക, ഈ മെലിത്ത ദ്വീപിന്റെ നീതി ദേവി ചിലർ പറയത്തില്ല, ചില ദോഷങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ വരുന്നേ. പറഞ്ഞു, ഒരു ദോഷവും നിനക്ക്. ഞാനിത് വായിക്കാൻ വെച്ചിരുന്ന വാക്യായി ഇങ്ങനെ പറഞ്ഞത്. പുള്ളി പറഞ്ഞു, അയ്യോ ഞാൻ പരാജയപ്പെട്ടെന്ന് പോയി പറഞ്ഞിരുന്നത്. എൻ്റെ മെസ്സേജിൻ്റെ ആകത്തുക ഇങ്ങനെ കയറി പിടിച്ചോണ്ട് പോയി.
പുള്ളി ചീറ്റിപ്പോയെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയേ. പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ പറയാൻ പറ്റത് പറഞ്ഞ ആ രാജ്യത്തിൻ്റെ നീതിദേവി അവിടെ എഴുതിയിരിക്കുകയാണ്. കടലിൽ രക്ഷപ്പെട്ട് കയറിക്കഴിഞ്ഞപ്പം ആ രാജ്യക്കാരൊന്നിച്ച് പറയുകയാണ്, കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് പോലും നീതിദേവി അവനെ എന്ത് ചെയ്തില്ല, ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല. ഒന്ന് ചേർന്ന് പറഞ്ഞേ. ഇന്ന് പകൽ നമ്മുടെ മേൽ, എനിക്ക് ഇന്ന് പകൽ നമ്മൾ ചിലതിനെ കൊയ്യാൻ പോകും കേട്ടോ. ഇന്ന് സാധാരണ ഒരു ഞായറാഴ്ചയായിട്ട് നീ വിട്ടുപോകരുത്. ചില അധികാരങ്ങൾ ഇപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവാ. നിന്റെ വാഗ്ദത്വത്തിൻ്റെ മേൽ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ ഇനി ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത നിലയിൽ ആ രാജ്യം പറയും, പാമ്പ് ചുറ്റിയതിൻ്റെ കാരണം അവരുടെ നീതി ദേവി കോപിച്ചതാണ്. ഇന്ന് പകൽക്കാലം നീ ക്രിസ്തുവിനെ കണ്ടിട്ടും ക്രിസ്തുവിൻ്റെ വെളിപ്പാട് അകത്ത് കയറിയിട്ടും ഇപ്പോഴും പഴയതിനെ പിടിച്ചോണ്ടാണ് നിൽക്കുന്നെങ്കിൽ, ഇപ്പോൾ ഇതിനകത്തൊന്നും അതിനെല്ലാം ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് നീ നിൽക്കുന്നത് നീതി ദേവിയുടെ കടാക്ഷം കൊണ്ടല്ലെന്ന് പറഞ്ഞേ. അത് വാ തുറന്നതിനെ തള്ളിപ്പറ. നീ നിൽക്കുന്നത് മരുന്നിൻ്റെ കടാക്ഷം കൊണ്ടല്ല. നീ നിൽക്കുന്നത് ഏതോ ഡോക്ടറിൻ്റെ ബലം കൊണ്ടല്ല. അത് നിനക്ക് തെറ്റുപറ്റിപ്പോയി. നീ വാ കൊണ്ട് ചിലതിനെ തള്ളിപ്പറയുക. യേശുവിൻ്റെ നാമത്തിൽ വാ കൊണ്ട് ചിലതിനെ തള്ളിപ്പറ. അവൻ കോപിച്ചാൽ, അവനോട് പിണങ്ങിയാൽ പണി കിട്ടും കേട്ടോ എന്നൊക്കെ പറയുന്ന ചില ടിപ്പിക്കൽ വേർഡുകളില്ലേ, യേശുവിൻ്റെ നാമത്തിൽ പറ. അവനോട് പിണങ്ങിയാലും അവളോട് പിണങ്ങിയാലും ആരൊക്കെ ഒരുപോലെ എതിർത്തു നിന്നാലും ഇതൊന്നും എനിക്ക് ദോഷം വരുത്തത്തില്ല. ഞാൻ സഭയാണ്. സഭ എന്ന് പറയുന്ന വാക്കിന്റെ ഒരു ഡെഫിനിഷൻ, പറയാമോ? സഭ, വാട്ട് ഈസ് ചർച്ച്? സഭ എന്ന് പറയുന്ന വാക്കിന്റെ ഡെഫിനിഷൻ ഒരൊറ്റ വാക്ക് പറയാം. ദൈവത്തിന് എല്ലാരെ പോലെ കൂട്ടി നിർത്താനുള്ള പദ്ധതിയല്ല, പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, പറഞ്ഞേ, പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഒരു കൂട്ടമാണ് സഭ. എന്താ ചർച്ച്? ചർച്ചിന്റെ ഒരു ഡെഫിനിഷൻ പറയാം. ഒരു പ്രത്യേക ഉദ്ദേശം. പറഞ്ഞു, എൻ്റെ മേൽ കിടക്കുന്നത് ഒരു പ്രത്യേക നിയോഗമാണെന്ന് പറഞ്ഞേ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അവിടെ നിൽക്കുന്നവൻ്റെ കൂടെയോ ഇവിടെ നിൽക്കുന്നവൻ്റെ കൂടെയോ അവരുടെ കൂടെയുള്ള നിയോഗങ്ങളൊന്നുമല്ല. എൻ്റെ മേൽ കിടക്കുന്നത് ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് ആണ്, സ്പെഷ്യൽ നിയോഗങ്ങളാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേക ഉദ്ദേശങ്ങൾ നിന്റെ അടുക്കൽ നടക്കട്ടെ. ദേശത്തിൻ്റെ അധികാരങ്ങൾ ബർബരന്മാർ കാണാൻ പോകുന്നു. നീതി ദേവി ചിലതിനെ നീ കൊടയാൻ പോകുന്നു. അടുത്ത വാക്ക് പൗലോസ് എന്ത് ചെയ്യുന്നത്? തൻ്റെ കൈ കിടക്കുന്ന പറ്റിയിരിക്കുന്ന പാമ്പിനെ കൊടഞ്ഞു കളഞ്ഞു. അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാൻ പറയുന്നു, ചിലവർ കാണുക, നിങ്ങൾക്ക് ആമേൻ പറയാമെങ്കിൽ പറഞ്ഞു, ചിലവർ കാണുക ദൈവം നിന്നെ ഹോണർ ചെയ്യും. നീ ശത്രു തീരാനൊന്നും പ്രാർത്ഥിക്കരുത്. അവരവിടെ നിൽക്കട്ടെ. അവർ കാണുക നിന്നെ ദൈവം മാനിക്കാൻ പോവാം. അവർ കാണുക. അടുത്ത വാക്ക് പറയുന്നു. വളരെ നേരം 25 വാക്യം. നാട്ടുകാർ പറയുകയാണ്, അവൻ വീർക്കും, അവൻ ചത്തു വീഴുമെന്ന് വെച്ച് കാത്തു നിന്നു. എങ്ങനെ കാത്തു നിന്നു? വളരെ നേരം. പറഞ്ഞേ ആമേൻ. പിശാചിനോട് പറ, പിശാചൻ നീ എത്ര വെയിറ്റ് ചെയ്താലും ഇത് ഞങ്ങളുടെ സീസണാണ്, ഞങ്ങൾ ഇത് അനുഭവിക്കും. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഈ വചനത്തെ ഡിക്ലെയർ ചെയ്തുകൊണ്ട് പോകുക. വളരെ നേരം കാത്തു നിന്നിട്ടും ആപത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടിട്ട് നീതിദേവിയെ വിട്ടിട്ട് അവരുടെ മനസ്സ് മാറി അവൻ അവിടെ ചില ദൈവപ്രവർത്തികൾ പിന്നീടുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. ആ ദേശം സുവിശേഷം കണ്ടു, ആ ദേശം കൊയ്ത്തിനകത്തോട്ട് കയറി, ആ ദേശത്ത് ഹാർവെസ്റ്റ് നടന്നു. എന്താ നടന്നെന്നറിയാമോ? ഹലോ, മെലീത്തയിൽ ഹാർവെസ്റ്റ്
7 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. അവിടെ ഭയങ്കരമായ കൂട്ടം കൂടി പ്രാർത്ഥിക്കാൻ ആള് വന്നു, സൗഖ്യങ്ങൾ നടന്നു. എന്താ സംഭവിച്ചേ? തുടങ്ങിയതേ പാമ്പിനെ എടുത്ത് തീയിലിട്ടിട്ടാ. നിങ്ങൾ കേൾക്കുന്നോ? പൗലോസ് പൗലോസ് പാമ്പിനെ ആദ്യം എടുത്ത് തീയിലിട്ടിട്ട് ആ രാജ്യത്തിനകത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്തേ. അതുവരെ അവിടെ ഉണ്ടായിരുന്ന നീതിദേവ പോലും മാറ്റി നിർത്തിയിട്ട് ആ രാജ്യത്തിനകത്ത് ഹാർവസ്റ്റ് നടന്നെങ്കിൽ ഇന്ന് രാത്രികാലം, ഈ പകൽക്കാലം ലിഫി നമ്മൾ 2 വർഷം മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസന്മാർ കണ്ട ഒരു സ്വപ്നമുണ്ട്. ഒരു ഡ്രാഗൺ അല്ലേ, ഡ്രാഗൺ. ഈ ലിഫി നദിയിൽ നിന്നൊരു സാധനം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. ഇനി ഞാൻ വിശ്വസിക്കുന്നു ദൈവം അതിൻ്റെ തലയെ തകർത്തിട്ടുണ്ട്. ഇനിയും തല തകർന്നിട്ടുണ്ട്. ചേർന്ന് പറ, ഇനിയും ഞങ്ങളുടെ മെതിയുടെ സമയങ്ങളാണ്. ഇനിയും റിസൾട്ട് ഞങ്ങളുടെ കയ്യിൽ കാണാൻ പോകുന്നു. ആമേൻ. അയർലൻഡിന് മേൽ നിൽക്കുന്ന എല്ലാ പിശാചിൻ്റെ സ്പിരിറ്റിനെ, എല്ലാ രോഗത്തിൻ്റെ സ്പിരിറ്റിനെ, എല്ലാ പാപത്തിൻ്റെ സ്പിരിറ്റിനെ, എല്ലാ സ്പിരിറ്റുകളെ ഇപ്പോൾ നിങ്ങൾ ആത്മാവിൽ അത് കണ്ടേ. അത് നിന്നെ ടച്ച് ചെയ്യത്തില്ല. നീ അതിനെ സ്വാധീനമാക്കാൻ പോകുന്നു. നീ രാജ്യത്തെ സ്വാധീനമാക്കും. ഹാർവസ്റ്റ് നിന്റെ മേൽ വീഴുന്നു. ഹാർവസ്റ്റ് നിന്റെ മേൽ വീഴട്ടെ. ഒരൊറ്റ വാക്യം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവേ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ നിങ്ങൾ കേട്ടേ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോൽ, ദൂതന്റെ കയ്യിൽ ഒരു താക്കോലും ഒരു ചങ്ങലയും. ചേർന്ന് പറഞ്ഞേ, ദൂതന്റെ കയ്യിൽ ഒരു താക്കോലും ഒരു ചങ്ങലയും പിടിച്ചുകൊണ്ട്, ഞാൻ വിശ്വസിക്കുന്നു മാർച്ച് മാസം നമുക്ക് വേണ്ടി തുടങ്ങിയ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയുന്നു. മെതിക്കാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി ആരിറങ്ങുമെന്ന് പറഞ്ഞേ? ദൂതന്മാരിറങ്ങും. ബീവല, നീ വിശ്വസിക്കുക. ഇനിയുള്ള സമയങ്ങൾ സിസ്റ്ററെ, ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങും. ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങും. എന്തിനാ ദൂതൻ ഇറങ്ങുന്നേ? ദൂതൻ എന്തിനാ ഇറങ്ങുന്നേ? അവൻ്റെ കയ്യിൽ 2 കാര്യങ്ങൾ. 1 ഒരു താക്കോൽ, 2 അവൻ്റെ കയ്യിൽ ഒരു ചങ്ങലയുമായിട്ട് ദൂതൻ ഇറങ്ങുമെന്ന് പറഞ്ഞ് വാ തുറന്ന് പറ. ഈ 2026 സഭ ചേർന്ന് പറ, ദൂതൻ എനിക്ക് വേണ്ടി ഇറങ്ങുന്നു. ദൂതൻ എനിക്ക് വേണ്ടി ഇറങ്ങുന്നു. ഈ മാർച്ച് 8-ാം തീയതി ദൂതൻ എനിക്ക് വേണ്ടി ഇറങ്ങുന്നു. ദൂതൻ എനിക്ക് വേണ്ടി ഇറങ്ങുന്നു. പഴയ നിയമത്തിൽ ദൂതൻ ഇറങ്ങിയപ്പം ദൂതന്റെ കയ്യിൽ അപ്പം ഉണ്ടായിരുന്നു. ദൂതൻ ഇറങ്ങിയപ്പം ദൂതന്റെ കയ്യിൽ അടയുണ്ടായിരുന്നു. പക്ഷേ കൊയ്ത്തിനകത്തേക്ക്, ഹാർവസ്റ്റിനകത്തേക്ക് ദൂതൻ ഇറങ്ങിയപ്പോ ദൂതന്റെ കയ്യിലിരിക്കുന്നത് അപ്പമല്ല, അടയുടെ സീസൺ അല്ല, ഒരു വലിയ ചങ്ങല, ഒരു വലിയ കീ. എന്തിനാ ചങ്ങല പിടിച്ചിരിക്കുന്നറിയോ? അടുത്ത വാക്ക് 2. ഒന്നാ വാക്കൊന്ന് ചേർന്ന് പറഞ്ഞേ. ദൂതൻ ഇറങ്ങിയാ സംഭവിക്കുന്നത്, അവൻ പിശാചും സർപ്പവുമായ, അങ്ങനെയല്ലേ, പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പ്. പഴയ പാമ്പിനെ നമുക്ക് എവിടെ ചെന്ന് കാണാമെന്നറിയാവോ? ഞാൻ ഓൾറെഡി വാക്യത്തിൽ വായിച്ചായിരുന്നു. ആ പഴയ പാമ്പ് എവിടുന്നാ കാണുന്നറിയാമോ? ഉൽപ്പത്തി 3:15. ആമേ. ഹവ്വയെ ചതിച്ച, ആദത്തെ ചതിച്ചൊരു സാധനമുണ്ട്. ആ പാമ്പിനോട് പറയുക, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ഒരു ശത്രുത്വം ഉണ്ടാക്കും. ഇന്ന് പകൽക്കാലം അതിൻ്റെ എഫക്റ്റ് ഇങ്ങനെ നീണ്ടു നിന്നു. പക്ഷേ 2026 ഞാൻ വിശ്വസിക്കുന്നു
ഇതൊന്നും ആരും പ്രസംഗിക്കത്തില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ധൈര്യമാ. എന്താ ഇത്ര തുറന്നു പറയുന്നറിയാമോ? ഇത് ഹാർവസ്റ്റിന്റെ സീസണാണ്. ഇത് മെതിയുടെ സീസണാണ്. മെതിയിൽ എന്താ സംഭവിക്കുന്നേ? ആമേൻ. ഗിദെയോനെ, നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങിയിട്ട് എന്നാ ചെയ്യുന്നെന്നറിയാമോ? ഇനി ആ വാക്യൊന്ന് പറഞ്ഞ സിസ്റ്ററെ. ദൂതന്റെ കയ്യിൽ എന്നാ ഉള്ളേ? ഒരു ചങ്ങല, ഒരു താക്കോൽ. ഇതുവരെ ദൂതൻ ഇറങ്ങിയത് നിന്റെ നീടിന് വേണ്ടിയായിരുന്നു, നിന്റെ ജോലിക്ക് വേണ്ടി, നിന്റെ രോഗത്തിന് വേണ്ടി, നിന്റെ അപ്പത്തിന് വേണ്ടി, നിനക്കുള്ള അടയ്ക്ക് വേണ്ടി, നിനക്കുള്ള നന്മയ്ക്ക് വേണ്ടി, നിന്റെ സംരക്ഷണത്തിന് വേണ്ടി. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നു ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങുന്നത് ഇൻ പേഴ്സണലി അല്ല, രാജ്യത്തിന്റെ റിവൈവലിന് വേണ്ടി, രാജ്യത്തിന്റെ കൊയ്ത്തിന് വേണ്ടി. ഓ ജീസസ്, ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാ, ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനാ, അണയാത്ത ഒരഗ്നിയായി കത്തുവാ, ഒരു മിനിറ്റ് എഴുന്നേറ്റേ. ഓ അണയാത്ത ഒരു ജ്യോതിസായി മാറുവാ, നിന്നഗ്നിയെന്നിൽ പകരണമേ. ഈ വരിയൊന്ന് പറഞ്ഞു. ഉപയോഗിക്കണേ, ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ, ഉപയോഗിക്കണേ. ചിലതിനെ ദൈവം ഉപയോഗിക്കും കേട്ടോ. ഈ രാജ്യത്തിന്റെ റിവൈവലിന് വേണ്ടി കൊതിക്കുന്നവർ, ഈ യൂറോപ്പിന്റെ റിവൈവലിന് വേണ്ടി കൊതിക്കുന്നവർ, ഈ പട്ടണത്തിനകത്തൊരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി കൊതിക്കുന്നവർ, സ്വാർത്ഥത വിട്ട്, സ്വാർത്ഥത വിട്ട് ഉണർവിനാ ഉപയോഗിക്കണേ. പ്ലീസ് എന്നോട് കർത്താവ് പറഞ്ഞു, സ്വാർത്ഥത വിട്ട്, സ്വാർത്ഥത വിട്ട്. ഈ സ്വാർത്ഥത എന്നറിയാമോ? ജോമൻ പറയുന്നു, കർത്താവ് എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ, എൻ്റെ ഭാര്യ അനുഗ്രഹിക്കണേ, എൻ്റെ വീട്ടിൽ ദൂതൻ ഇറങ്ങണേ, എനിക്ക് വേണ്ടി അപ്പം തരണേ, എനിക്ക് വേണ്ടി ജോലി തരണേ, എൻ്റെ കാശ് എനിക്ക് വേണ്ടി വർദ്ധിക്കണേ, എനിക്ക് വേണ്ടി വഴി തുറക്കണേ. ഇന്ന് പകൽക്കാലം സ്വാർത്ഥത വിട്ടിട്ട് പറ, രാജ്യത്തിന് വേണ്ടി ദൂതന്മാർ ഇറങ്ങും. നമ്മൾ രാജ്യത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അയർലൻഡിന് വേണ്ടി ദൂതന്മാർ ഇറങ്ങും, അയർലൻഡിന് വേണ്ടി ദൂതന്മാർ ഇറങ്ങും. അമേരിക്കൻ സൈന്യം അറബിക്കടലിന്റെ പല ഭാഗത്തും നങ്കൂരമിട്ടിരിക്കുന്നത് പോലെ ഈ 2026 8-ാം തീയതി മാർച്ച് 8 പറ, ദൂതന്മാർ അയർലൻഡിലെ പലയിടത്തും നങ്കൂരമിട്ടിരിക്കുന്നു. ദൂതന്മാർ അയർലൻഡിൽ ഇറങ്ങി നിൽക്കുന്നു. അവന്റെ കയ്യിൽ എന്നാ ഇരിക്കുന്നറിയാമോ? എനിക്ക് വേണ്ടുന്ന ആടയല്ല, എനിക്ക് വേണ്ടുന്ന അപ്പമല്ല, ഇത് അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല. ഈ രാജ്യത്തെ ഞെരുക്കി വച്ചിരിക്കുന്ന, ഈ രാജ്യത്തെ പിടിച്ചു വച്ചിരിക്കുന്ന, ഈ രാജ്യത്തെ പേടിച്ചു വച്ചിരിക്കുന്ന സർപ്പത്തെ യൂറോപ്പിനെ പിടിച്ചു വച്ചിരിക്കുന്ന സർപ്പത്തെ, പഴയ പാമ്പിന്, ആ പിശാചിന്, ആ സാത്താന് ഞാൻ അപരനാണ്, എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല, ഞാൻ സാധാരണക്കാരനാ. നല്ലവണ്ണം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ മേലാത്തവൻ, പറയാനല്ല, ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു യൂറോപ്പ് എൻ്റെ കയ്യിലാണ്, യൂറോപ്പ് എൻ്റെ കയ്യിലാണ്. 2021 ജാനുവരി മാസമാ, നമ്മുടെ കോവിഡ് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ടൊരു സ്വപ്നമാണ്. ആമേൻ. ഞാനൊരു ചെറിയ ഇത്രയും വലിപ്പമുള്ള ചപ്പാത്തി കഴിക്കുന്നു. എൻ്റെ അമ്മ എന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നീ കഴിക്കണമെന്ന് പറഞ്ഞ് ചപ്പാത്തി കഴിക്കുന്നു. ഞാനിങ്ങനെ
ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ചപ്പാത്തി എടുക്കുമ്പോൾ ആമേൻ, ആ ചപ്പാത്തിയിൽ എഴുതിയിരിക്കുന്നു യൂറോപ്പ്. ഞാനത് തിന്നു. എനിക്കതിൻ്റെ ആമേൻ വെളിപ്പാടൊന്നും എനിക്കറിയത്തില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം ബഹറിൻ ആമേൻ ഗ്രേസ് ഫാമിലി ചർച്ചിൻ്റെ മീറ്റിങ്ങിൽ ഓൺലൈനിൽ ഞാൻ കയറിയിരിക്കുമ്പോൾ ആമേൻ നമ്മുടെ അടുത്ത മാസം വരാൻ പോകുന്ന പ്രോഫറ്റ് ടിജോ തോമസ് എന്നെ നോക്കി പ്രവചിക്കുക. ആമേൻ ചില ദൂതുകൾ പറഞ്ഞിട്ട് പറയുക, നീ യൂറോപ്പിനെ തിന്നും. എനിക്ക് നല്ല ഉറപ്പാ, പിശാചേ നീ യൂറോപ്പിനെ തിന്നത്തില്ലടാ. പിശാചേ നീ യൂറോപ്പിനെ തൊടത്തില്ലടാ. ഞാനൊരു ദൂത് പറയാം. നിങ്ങളുടെ ബ്രദറ് ശക്തനായ സുവിശേഷകനാ. പിള്ളാരെ നാട്ടിലിട്ടിട്ട് അപ്പന്റെ അമ്മയുടെയും കയ്യിലിട്ടിട്ട് ഈ രാജ്യത്ത് നീ വന്നത് എന്തിനാണെന്നറിയാമോ? അല്പം യൂറോയ്ക്ക് വേണ്ടിയല്ല. ഈ രാജ്യത്തെ നീ തിന്നും. ഈ രാജ്യത്തെ നീ തിന്നും. ഇന്ന് മകനാ നിയോഗങ്ങൾ വീഴട്ടെ. ആ നിയോഗങ്ങൾ ഇതിനകത്ത് വീഴട്ടെ. നിനക്ക് വേണ്ടി ചില ദൂതന്മാർ ഞാൻ പറഞ്ഞല്ലോ, ഇത് കർത്താവിന്റെ പ്രാർത്ഥനയിൽ വെളിപ്പാട് എന്ന സാധനമാ. ഞാനത് ധൈര്യത്തോടെ പ്രസ്താവിക്കും. എനിക്കൊരു ഇന്ദ്രനെയും പേടിയില്ല, എനിക്കൊരുത്തനെയും പേടിയില്ല. ഞാൻ ധൈര്യത്തോടെ പ്രസംഗിക്കും. ഇനിയും ദൂതൻ ഇറങ്ങാൻ പോണത് വിൻസ ബ്രദറെ നിന്റെ ജോലി വർദ്ധിക്കാനല്ല, നിനക്ക് അപ്പം തരാനല്ല. പറ നിന്റെ പ്രാർത്ഥനയുടെ റിസൾട്ട്. പറഞ്ഞ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? സിസ്റ്റർ അറിയോ, ഈ രാജ്യത്തുനിന്ന് നേഴ്സുമാർ മുഴുവൻ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യമാ ഓസ്ട്രേലിയ. ഈ ഓസ്ട്രേലിയയിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നതിന് എന്തിനാ? ഇപ്പം പദ്ധതിയൊന്നും ഇല്ലായിരിക്കാം, പക്ഷെ കർത്താവ് പറയുന്നു യൂറോപ്പിന്റെ ഉണർവിൽ ഷെറിന്റെയും കുടുംബത്തിന്റെ പേര് കാണണം. കാണണമെന്ന്. നിനക്ക് എവിടെയൊക്കെ പോകായിരുന്നു? ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിലായിരുന്നതാ. പഠിക്കാൻ വേണ്ടിയാണ് അല്ലേ? യേശുവിന്റെ നാമത്തിൽ എന്തിനാ ഇവിടെ കൂട്ടിയേ? വാ തുറന്ന് പറ, ഇതിനകത്തൊരു കാര്യമുണ്ട്. ദൈവം തന്റെ സൈന്യത്തെ രാജ്യത്തുനിന്ന് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം 100-300 പേരുള്ള ചർച്ചിന്റെ പാസ്റ്ററായിരുന്നു നാട്ടില്. എങ്ങനെ പോയാലും ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. പക്ഷെ അതിനകത്തുനിന്നൊക്കെ സേഫ് കോർണറിൽ നിന്ന് പൊക്കിയെടുത്ത് ഇതിനകത്ത് കൊണ്ടിട്ടിരിക്കുക. എനിക്ക് നല്ല ഉറപ്പുണ്ട് നിന്റെ മേലൊരു അസൈനുണ്ട്, നിന്റെ മേലൊരു അസൈൻമെന്റ് ഉണ്ട്, നിന്റെ മേലൊരു പദ്ധതിയുണ്ട്. അലനോട് ഞാൻ പറയുന്നു, ബെറിനോട് പറയുന്നു, നിങ്ങളുടെ മേലൊരു അസൈൻമെന്റ് ഉണ്ട് മക്കളെ. ഈ രാജ്യത്തിന് വേണ്ടി കൈ ഉയർത്തിക്ക്. പത്ത് 35 ജോലിക്കാര് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വലിയ കമ്പനിയുടെ മേളിൽ ഉദ്യോഗസ്ഥനാ. കോഴിക്കോടോ ആലപ്പുഴയിൽ എങ്ങാണ്ടൊക്കെ ഒത്തിരി പാർക്കിന്റെ ഒക്കെ ലീസിനെടുത്ത് ഗവൺമെന്റുമായിട്ട് ഡീൽ ചെയ്യുന്നവനാ ഈ സെബിൻ. ഇവൻ ഈ 10 ദിവസത്തിന് ഇവിടെ വന്നിരിക്കുന്നേ. ഞാൻ പറയുന്നു, ഇവന്റെ അകത്ത് വീണിരിക്കുന്ന തീ യൂറോപ്പിനെ തൊടാനുള്ളതാണ്. ചേർന്ന് പറഞ്ഞ യൂറോപ്പിനെ ഞങ്ങൾ തൊടും. അതിന്റെ സീസൺ വന്നിരിക്കുന്നു, ഹാർവസ്റ്റിന്റെ സീസൺ വന്നിരിക്കുന്നു. ബിനോജ ചോദിക്കരുത്. ബിനോജാനൊക്കെ ഈ രാജ്യത്തേക്ക് 3 വർഷം മുമ്പ് കാലെടുത്ത് വെച്ചപ്പം ബിനോജാന്റെ ഒക്കെ ഇന്റിമേറ്റ് ആയിരിക്കുന്ന ആൾക്കാർ ചോദിച്ചു, ബിനോയ്ക്കും സമിതിക്കും വട്ടാണോ? കാരണം 10-20 വർഷം 10-15 വർഷം സൗദി കടന്ന് ഇഷ്ടംപോലെ കാശുണ്ടാക്കി ഒരു കടവുമില്ലാതെ മനോഹരമായ വലിയ കെട്ടിടങ്ങളും പണിത് കുഞ്ഞുങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്തേക്ക് വന്ന് അവൻ എന്തോ കുഴപ്പമുണ്ട്.
ഇപ്പൊ ഇവിടെ കടന്നിട്ട് പിള്ളേരെ വളർത്താൻ ബുദ്ധിമുട്ടുന്നു. അവിടെയാണ് വീട്ടിൽ 2 വേലക്കാര്, നോക്കാൻ ആൾക്കാർ. ഇതെല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്നത് എന്താ? ഞാൻ പറയുന്ന ഒരു സെറ്റിൽമെന്റിനേക്കാൾ കൂടുതൽ നിന്റെ മേൽ വീണ ഒരു അഭിഷേകം ഉണ്ടല്ലോ, ഒരു തീ ഉണ്ടല്ലോ. പറഞ്ഞ ദൂതൻ ഗിദെയോന് വേണ്ടി ദൂതൻ ഇറങ്ങി, സഭയ്ക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുന്നു. സാജൻ ബ്രദറെ ദൂതൻ സഭയ്ക്ക് വേണ്ടി ഇറങ്ങി. ദൂതന്റെ കയ്യിലിരിക്കുന്നത് ഒരു ചങ്ങല, ഒരു കീ. ഒരു ചങ്ങല, ഒരു കീ. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ചു. ചേർന്ന് പറഞ്ഞ മഹാസർപ്പത്തെ പിടിച്ചു. വാ തുറന്ന് പറ, പിടിച്ചു. നമ്മൾ ചവിട്ടും, തമ്പുരാൻ പിടിച്ചു, ദൂതം പിടിച്ചു. അടുത്ത വാക്ക്, 1000 ആണ്ടേക്ക് 1000 ആണ്ട് ചങ്ങല കിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ എന്ത് ചെയ്യാതിരിക്കാൻ? എനിക്ക് ആ ഒരു വേട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. പിശാചിന്റെ ഏറ്റവും വലിയ അജണ്ട വഞ്ചിച്ച് നിന്നെ ഇതിനകത്തൊന്ന് കളയുക. ഈ പാമ്പ് ആദ്യം തുടങ്ങിയത് എന്തായിരുന്നു? ഔവായ എന്താ ചെയ്തേ? ഇപ്പോഴും തമ്പുരാനെ കൊരിന്ത്യലേഖനത്തിനകത്തൊന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന നിന്നെ സാത്താൻ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ വഞ്ചിക്കുമോ ചതിക്കുമോ എന്നുള്ള ഭയം. ഇന്ന് പകൽക്കാലം പറഞ്ഞ വഞ്ചിക്കുന്നവനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. നീ വഞ്ചിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. ഒന്ന് പ്രാർത്ഥിക്കാവോ? വഞ്ചിക്കപ്പെടരുത്. പ്രാർത്ഥിച്ചേ. ഇന്ന് ചിലതിനെ ദൂതന്മാർ ഡീൽ ചെയ്യും. എനിക്കറിയത്തില്ല, ഇതൊന്നും ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഈ മാസം ദൂതന്മാർ ഇറങ്ങുമെന്ന്. ഞാനത് വിശ്വസിക്കുന്നു. ബിയുലെ നിന്റെ വീട്ടിനകത്തിറങ്ങി നിന്റെ ഭർത്താവിന്റെ സംരക്ഷണത്തിനും നിന്റെ കുഞ്ഞിന്റെ സംരക്ഷണത്തിനും ഒക്കെ ദൂതന്മാർ ഇറങ്ങട്ടെ. പക്ഷെ രാജ്യത്തിന് വേണ്ടി ദൂതന്മാർ ഇറങ്ങുന്നത് നീ കാണും. രാജ്യം നിന്റെ കയ്യിൽ തരും, രാജ്യം നിന്റെ കയ്യിൽ തരും. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, രാജ്യം കയ്യിൽ വീഴട്ടെ, രാജ്യം കയ്യിൽ വീഴട്ടെ, രാജ്യം കയ്യിൽ വീഴട്ടെ, രാജ്യം കയ്യിൽ വീഴട്ടെ. ദൂതന്മാരുടെ എൻകൗണ്ടറുകൾ ഇവിടെ ലൈഫിനകത്തുണ്ടാകട്ടെ. ഇവരുടെ കൊച്ചു മുറിക്കകത്ത് ദൂതന്മാർ ഇറങ്ങട്ടെ. ഉപയോഗിക്കണേ ഇനിയുമെന്നെ ഉണർവിനാ ഉപയോഗിക്കണേ. കർത്താവേ, വഞ്ചനകളെല്ലാം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവനതിനെ സ്വീകരിക്കട്ടെ, ഇവനതിനെ സ്വീകരിക്കട്ടെ. ഏകലീക്കിന്റെ വിസിറ്റേഷൻ ഉപയോഗിക്കണേ ഇനിയുമെന്നെ. ഈ രാജ്യത്ത് കാണട്ടെ, ഇത് കാണട്ടെ കർത്താവേ. അണയാത്ത ഒരത്തിയായി കത്തുവാൻ നിന്നഗ്നി എന്നെ പകരം. ദൂതന്മാർ ഈ രാജ്യത്ത് ഇറങ്ങി നിൽക്കുന്നു, ദൂതന്മാർ ഈ രാജ്യത്ത് ഇറങ്ങി നിൽക്കുന്നു, ദൂതന്മാർ ഈ രാജ്യത്ത്. ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ഈ കുടുംബത്തിനകത്ത് ദൂതന്മാർ ഇറങ്ങി നിൽക്കട്ടെ, ദൂതന്മാർ ഇറങ്ങി നിൽക്കട്ടെ. ഇവന്റെ അസൈൻമെന്റുകൾ സംഭവിക്കട്ടെ, ഇവന്റെ മേലുള്ള വിളി, ഇവന്റെ മേലുള്ള അസൈൻമെന്റുകൾ ദൂതനാ
ഷാറ്റാലാബ കാറ്റാമ ഷുഡാല കാറ്റാമ ഷാറ്റാര റിയാറ്റര. ഇവൻ ഈ രാജ്യത്ത് നിൽക്കുന്നതിന്റെ അസൈൻമെന്റ് പകരണമേ. വിളങ്ങിടുന്ന അപ്പനില്ല അമ്മയില്ല, ഒറ്റയ്ക്ക് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. ദൂതന്മാർ ഇവനെ മുറിക്കകത്ത് ഇറങ്ങട്ടെ. ഇവന്റെ പ്രാർത്ഥനയിൽ ദൂതന്മാർ ഇവന്റെ കണ്ണിൽ അത് കാണട്ടെ. ഞാൻ ഇവരെ അങ്ങനെ അഭിഷേകം ചെയ്യുന്നു. ഉണർവിനാ ഈ അഭിഷേകം ഉപയോഗിക്കണേ. ഇനിയുമെന്നെ ഉണർവിനാ ഉപയോഗിക്കണേ. ഈ രാജ്യത്തിൽ ഇവന്റെ അസൈൻമെന്റ്, ഈ രാജ്യത്തിൽ ഹെവൻലി അസൈൻമെന്റ് ഇവന്റെ മേൽ വീഴട്ടെ. ഇവനെ ഞാൻ ആത്മാവിൽ ബ്ലസ് ചെയ്യുന്നു. ഇവനെ ഞാൻ ആത്മാവിൽ ബ്ലസ് ചെയ്യുന്നു. ഉണർവിനാ ഈ രാജ്യത്ത് ഇവിടെ മേലുള്ള അസൈൻമെന്റ് അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നി എന്നിൽ പകരണമേ. വിളങ്ങിടുന്ന ജ്യോതിസായി മാറുവാൻ നിന്നഗ്നി എന്നിൽ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നി എന്നിൽ പകരണമേ. ഇവിടെ മേലുള്ള അസൈൻമെന്റ് വെളിപ്പെടട്ടെ. ഇവിടെ അസൈൻമെന്റ് വെളിപ്പെടട്ടെ. ഇവിടെ അസൈൻമെന്റ് ദൂതന്മാർക്ക് വേണ്ടി ഇറങ്ങട്ടെ. ഉപയോഗിക്കണേ. ഇനിയുമെന്നെ ഉണർവിനാ ഉപയോഗിക്കണേ. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നി എന്നിൽ പകരണമേ. വിളങ്ങിടുന്ന ജ്യോതിസായി മാറുവാൻ നിന്നഗ്നി എന്നിൽ പകരണമേ. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ നിറവിനാൽ നിറയപ്പെടട്ടെ. ദൈവിക അസൈൻമെന്റുകൾ ഞങ്ങളുടെ മേൽ വീഴട്ടെ. അങ്ങയുടെ മഹത്വം ഇറങ്ങും. അങ്ങയുടെ മഹത്വം ഇറങ്ങും. ചിലതിനെ ദൈവം അറസ്റ്റ് ചെയ്തതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ